സാറേ ആരാ വന്നിരിക്കുന്നത് നോക്കിയേ. ആരടാ സാറ് നോക്ക്. ഞാനുണ്ടല്ലോ ഒരു പരീക്ഷണം എന്നുള്ള രീതിക്ക് നമ്മുടെ സർക്കാർ കൊടുക്കുന്ന സൗജന്യ പ്രിയദർശിനി യാത്ര ഉണ്ടല്ലോ, സ്ത്രീകൾക്ക് സൗജന്യ പ്രിയദർശിനി യാത്ര. ഞാനും ചെറുതായിട്ട് ഇന്നൊന്ന് യാത്ര ചെയ്തു. ഒരു കാര്യം ഉണ്ടായിട്ടല്ല. ഓഹോ, പൊതുവേ ഞാൻ മുന്നേ കോളേജിലൊക്കെ KSRTC തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് ഇഷ്ടമാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നത്. ഇന്ന് പ്രിയദർശിനി ബസ് എനിക്ക് ഉണ്ടായ ഒരു അനുഭവം ഉണ്ടല്ലോ, എന്റെ ദൈവമേ. എന്താ പ്രശ്നം? നിങ്ങളൊരു അഡ്വഞ്ചർ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. ഞാൻ ബന്ദിയോട് മുതൽ കാസർഗോഡ് വരെയാണ് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. തിരക്ക് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ഞാൻ കുമ്പളവടിക്കും പാലക്കുന്ന് ഭരണിക്കും അങ്ങനെ ഒരു തിരക്ക് കണ്ടിട്ടുള്ളൂ. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? ഞാൻ ഇരുന്നതിന്റെ ഈ സൈഡിൽ ഇരുന്ന താത്താന്റെ മുക്കാൽ കുണ്ടിയും എന്റെ ഷോൾഡറിലാണ്. ഞാൻ ലാലേട്ടനെ പോലെയാണ് ഞാൻ ഇരിക്കുന്നത്. എന്റെ അമ്മേ, എനിക്ക് ചിരിക്കാൻ വയ്യ. അതിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള താത്താന്റെ ഫുൾ കുണ്ടിയും എന്റെ തൊടയിലാണ്. ഇത് ഞാൻ തൊട ഇങ്ങനെ ഇടയ്ക്ക് അനക്കുമ്പോ പോലും അവര് മൈൻഡ് ചെയ്യുന്നില്ല. കാരണം മൈൻഡ് ചെയ്താൽ ഞാൻ എണീക്കേണ്ടി വരുമല്ലോ, എന്റെ തൊടയിൽ എണീക്കേണ്ടി വരുമല്ലോ. അത് കഴിഞ്ഞിട്ട് കണ്ടക്ടർ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യാണ് ഓരോ സ്റ്റോപ്പിലും, ചേച്ചി അടുത്ത ബസ് പ്രിയദർശിനി തന്നെ വരുന്നുണ്ട്, ഇതിൽ സ്ഥലമില്ല. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ, ഈ ലോകത്തിന്റെ ഒരു പോക്കേ. നിങ്ങളുടെ മുണ്ടക്കൽ ശേഖര എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്ത്രീകൾ തടിച്ചു കയറുന്നത്. നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് ഞാൻ പോയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ TV കാണാൻ തിരക്കില്ലേ, അമ്മാതിരി തിരക്കാണ് ഒരു ബസ്സില്. സ്വാഭാവികം. ഫ്രീ ടിക്കറ്റിന് വേണ്ടിട്ട് ബോട്ടിന്റെ എയർപോർട്ട് അടക്കം വെച്ച് മറന്നു പോകുന്ന സ്ത്രീകളുണ്ട്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഇങ്ങനെ ഒരു സൗജന്യ യാത്ര? എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ഈ സർക്കാരിനോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇങ്ങനെയുള്ള സൗജന്യ യാത്രകളും കാര്യങ്ങളും അതൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അർഹതപ്പെട്ട എത്രയോ ആൾക്കാരുണ്ട്. അതിൽ ജെൻഡർ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഗർഭിണികൾക്കാവട്ടെ, ഭിന്നശേഷിക്കാർക്കാവട്ടെ, അന്ധർക്കാവട്ടെ, ആർക്കും ഇങ്ങനെയുള്ള തിരക്കിലൊന്നും കയറാൻ പറ്റില്ല. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന എന്തിനാണ് അതിന്റെ ആവശ്യം? എല്ലാ ജെൻഡറിലും ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്, ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾക്കൊക്കെ നിങ്ങൾ ഫ്രീ കൊടുക്കൂ, വൃദ്ധന്മാർക്ക് കൊടുക്കൂ. 100% ഞാൻ യോജിക്കുന്നു. ഇനി 1000 ആനയും അതിന്റെ തോട്ടിയും തരാന്ന് പറഞ്ഞാലും ഞാനില്ല പ്രിയദർശിനിക്ക്. അത്രയും വേണം, കുറച്ച് കടുപ്പത്തിൽ ഇരിക്കട്ടെ. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.